ദില്ലി സ്ഫോടനത്തിൽ ഇതാ വൻ സുരക്ഷാ വീഴ്ചയുടെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അക്രമം ആസൂത്രണം ചെയ്യുന്നതിനായി ഭീകരർ ജനുവരിയുടെ ആദ്യ ആഴ്ചകളിൽ തന്നെ ചെങ്കോട്ടയിൽ എത്തിയിരുന്നതായിട്ടാണ് നിർണായക വിവരം. സ്ഫോടനത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സ്ഫോടനം നടത്തിയ കാറിലുണ്ടായിരുന്നത് 70 കിലോ അമോണിയം നൈട്രേറ്റ്. അന്വേഷണത്തിനായി NIA ADG വിജയ് സാക്കറുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘത്തെ രൂപീകരിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് അവിടെ നിന്നും. അബ്ദുൾ റഷീദ്, എന്തൊക്കെയാണ് അന്വേഷണത്തിന്റെ പുരോഗതി? പുറത്തെത്തിയ CCTV ദൃശ്യങ്ങളിലെ നിർണായകമായ വിവരം, സുരക്ഷാ വീഴ്ചയുടെ നിർണായകമായ വിവരം അടക്കം സമഗ്രതയിലേക്ക്. അജിംഷാദ്, ദില്ലിയിൽ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട അന്വേഷണങ്ങളാണ് ഇപ്പോൾ NIAയുടെ അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ഫരീദാബാദ് സംഘത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ്. നേരത്തെ തന്നെ ഉമറും അതോടൊപ്പം മുസമ്മിൽ അടക്കമുള്ള ഈ കേസിലെ പ്രതികൾ ഈ ഫരീദാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സംഘമാണ് എന്നുള്ള കാര്യം ദില്ലി പോലീസും ജമ്മു കാശ്മീർ ATS അടക്കമുള്ള സംഘങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഈ കേസുമായി എന്താണ് ബന്ധം, ഈ കേസുമായി ഒക്കെ തന്നെയും ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണമാണ് ഇപ്പോൾ ഒരു വശത്ത് നടക്കുന്നത്. അതേസമയം തന്നെ CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സ്ഫോടനത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ ഒരു സംഘം തേടുകയാണ്. എന്തായാലും അല്പം മുമ്പാണ് ഈ CCTVയുടെ ഒരു ദൃശ്യം നേരത്തെ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. ഈ വാഹനം സിഗ്നൽ കഴിഞ്ഞ് മുന്നോട്ട് വരികയും പിന്നീട് പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങളാണ് വരികയും ചെയ്തിട്ടുള്ളത്. ഈ സ്ഫോടനത്തെ തുടർന്ന് CCTV പൂർണ്ണമായും പ്രവർത്തനരഹിതമാകുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലുള്ള മറ്റു CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പോലീസിൻ്റെയും NIAയുടെ ഭാഗത്ത് നിന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം 10 അംഗ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള കേഡറായിട്ടുള്ള NIAയുടെ AGD അജയ് റാത്രയാണ് ഈ കേസ് അന്വേഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 2 DIGയും അതോടൊപ്പം തന്നെ 3 SP അടക്കമുള്ള സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ NIA വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഫോറൻസിക് വിഭാഗത്തിൻ്റെയൊക്കെ തന്നെയും പരിശോധനയും നിലവിൽ ഈ മേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ NIA സംഘം നീങ്ങിയിരിക്കുന്നത്. ശരി, അബ്ദുൾ റഷീദാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.